പക്വതയോട് പെരുമാറണം. ഇത് നമ്മുടെ ചെറുപ്പകാലം മുതൽക്ക് നമ്മുടെ അച്ഛനമ്മമാരും നമ്മളോട് ഓരോ പ്രായത്തിലും നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ പക്വത അല്ലെങ്കിൽ മെച്യൂരിറ്റി? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പ്രായം കൂടുന്തോറും നമ്മളിൽ കൊണ്ടുവരേണ്ട പക്വതയെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രായം കൂടുന്നത് സ്വാഭാവികമാണ്. പക്ഷെ പ്രായം കൂടി വരുമ്പോൾ നമ്മളിൽ കൊണ്ടുവരേണ്ട ചില മാറ്റങ്ങളുണ്ട്. സ്വഭാവ രീതികളിൽ കൊണ്ടുവരേണ്ട ചില മാറ്റങ്ങളുണ്ട്. അതിനെയാണ് ഏജ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ കുറച്ചും മെച്യൂറായിട്ട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നമ്മളുടെ ഒരു 40+ എന്ന് പറയുമ്പോൾ നമ്മളുടെ അച്ഛനമ്മമാർ വയസ്സായി തുടങ്ങിയിരിക്കുന്നു, നമ്മളുടെ കുട്ടികൾ ഒരു ടീനേജിൽ എത്തിയിരിക്കുന്നു, നമ്മളുടെ കരിയർ വൈസ് നമ്മൾ അങ്ങനെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടി നിൽക്കുന്ന സമയമാണ് ആഫ്റ്റർ 40 എന്ന് പറയുന്നത്, ഒരു മിഡ് ഏജ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മളുടെ സ്വഭാവത്തിൽ നമ്മൾ മെച്യൂരിറ്റി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ റിലേഷൻഷിപ്പിൽ അത് പ്രോബ്ലം ഉണ്ടാകും. അത് ആണായാലും പെണ്ണായാലും. കാരണം നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളുടെ അച്ഛനമ്മമാർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മളുടെ പല തെറ്റുകളും അവർ പൊറുക്കും. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജിലെത്തി നമ്മൾ മറ്റുള്ളവർക്ക് ശ്രമം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ അതിനേക്കാളിലും മെച്യൂരിറ്റി അവരെക്കാളിലും മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പം പ്രത്യേകിച്ച് ഒരു ആഫ്റ്റർ 40 ആയിട്ടുള്ളവർക്ക് അവനവൻ്റെ ശീലങ്ങളെ കുറച്ച് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. കുറച്ച് മെച്യൂറായിട്ട് പെരുമാറാൻ ഇനിയും അറിയാത്തവർ അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്താണ് എന്നിൽ പ്രോബ്ലം ഉള്ളത്, അതിനെക്കുറിച്ച് ആലോചിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ആകും. അപ്പോൾ ആദ്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും അങ്ങ് പെട്ടെന്ന് കയറി പ്രതികരിക്കുന്ന ആ ഒരു ശീലം നിർത്താൻ ശ്രമിക്കുക. അത് കുറയ്ക്കുക. പല ആൾക്കാരും നമ്മുടെ ഇടയ്ക്ക് അങ്ങനെയുള്ളവരാണ്. എന്തെങ്കിലും കേൾക്കുന്ന പാതി കേൾക്കാതെ പാതി എന്നുള്ള രീതിയിൽ ഉടനെ കയറി ചാടി പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറയും, ബഹളം ഉണ്ടാക്കും. ഇങ്ങനെയുള്ള സ്വഭാവം പലർക്കും ഉണ്ട്. അത് ആണായാലും പെണ്ണായാലും അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരും നമ്മൾക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ഷമ പാലിക്കുക. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ആലോചിക്കുക. പ്രതികരിക്കുന്നതിന് മുമ്പ് 2 മിനിറ്റ് ആലോചിക്കുക. എന്താ ഞാൻ പറയാൻ പോകുന്നത്, ആരോടാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ആ മുമ്പിൽ നിന്ന് ആൾ എന്തിനാണ്, അവർ ചിലപ്പോൾ നിങ്ങളോട് കുറച്ച് ദേഷ്യം വരുന്ന കാര്യമായിരിക്കും സംസാരിച്ചത് അല്ലെങ്കിൽ ചെയ്തത്. പക്ഷെ നിങ്ങളുടെ ഏജിനനുസരിച്ച് ആ മെച്യൂരിറ്റി കൊണ്ടുവരും. ആ വ്യക്തി എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നൊന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ക്ഷമ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നമ്മുടെ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം പ്രായമായ അച്ഛനമ്മമാരായിരിക്കും. നമുക്ക് പല ടെൻഷൻസും കാണും. നമ്മൾ ഓഫീസിൽ നിന്ന് വരുമ്പോഴും അങ്ങനെ പല ടെൻഷൻസ്, വേറെ പല ടെൻഷൻസ് കാണും നമുക്ക് ജീവിതത്തിൽ. ഫിനാൻഷ്യൽ പ്രോബ്ലം കാണും, അതൊക്കെ കാണും. പക്ഷേ ചിലപ്പോൾ ഈ 2 പ്രായക്കാരുടെ ഇടയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പല ബുദ്ധിമുട്ടുകൾ അവർ ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ലായിരിക്കും അവർ പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഒരു മനസ്സിനൊരു പാകത കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കുന്നതിന്, അത് കുട്ടികളോടായാലും മുതിർന്നവരോടായാലും നമുക്കൊരു എന്താ പറയുക, ആ ക്ഷമ കൊണ്ടുവരണം. നമ്മൾക്ക് 2 പേരോടും 2 രീതിയിലാണ് സംസാരിക്കേണ്ടി വരിക. ഇപ്പം നമ്മളോട് ക്ഷമയോടെ പെരുമാറുന്ന അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ ഏജ് കൂടുമ്പോൾ അവർക്ക് ക്ഷമ കുറയും. അത് അവരുടെ തെറ്റല്ല, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോകുന്നതാണ്. അപ്പോൾ അവർക്ക് ക്ഷമ കുറയുമ്പോൾ അതിനേക്കാളും ക്ഷമ കേട്ട് നമ്മൾ അവരോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ ആ മെച്യൂരിറ്റി നമ്മളുടെ ബിഹേവിയറിൽ കൊണ്ടുവരണം. നമ്മൾക്ക് ആ ക്ഷമയോടെ മറ്റുള്ള ഒരാളെ കേൾക്കാനുള്ള ആ ക്ഷമ നമ്മളിൽ ഡെവലപ്പ് ചെയ്യണം. രണ്ടാമതായി, മറ്റുള്ളവർ നമ്മളുടെ രീതിയിൽ ചിന്തിക്കണമെന്നോ അല്ലെങ്കിൽ പ്രവർത്തിക്കണമെന്നുള്ള വാശി അങ്ങ് വിടുക. അത് പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്കാണ് കൂടുതലുണ്ടാകുന്നത്. ഞാൻ വിചാരിക്കുന്ന പോലെ എൻ്റെ ഹസ്ബൻഡ് പെരുമാറണം അല്ലെങ്കിൽ എൻ്റെ വൈഫ് പെരുമാറണം, അങ്ങനെയാണ് കൂടുതലും പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഒരു ഏജ് കഴിഞ്ഞാൽ മക്കളോടും ഉണ്ടാവും ആ പ്രോബ്ലം. പക്ഷേ മെയിൻലി 40s കഴിയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രോബ്ലംസ് കൂടുതൽ. അപ്പോൾ ആർക്കാണ് അങ്ങനെ ഒരു സ്വഭാവം തോന്നുന്നത്, ഞാൻ പറയുന്ന രീതിയിലേ വേറൊരാൾ പെരുമാറാവൂ അല്ലെങ്കിൽ അവർ അങ്ങനെ പ്രവർത്തിക്കാവൂ പറയുന്നത് വാശി ആർക്കാണുള്ളത്, അവർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും അവരുടേതായ ചിന്താഗതികളുണ്ട്. അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ അവർക്ക് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ രീതിയിൽ ചിന്തിക്കും. അത് തെറ്റൊന്നുമില്ലാത്ത നല്ല രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം.
അവരുടെ ആശയങ്ങൾ പറയും, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട്, നല്ലതാണ്. അതിന് വേറെ ആർക്കും ഒരു ഹാം വരുന്ന കാര്യമല്ലെങ്കിൽ അതിന് സമ്മതിച്ചു കൊടുക്കാൻ അറിയണം നിങ്ങൾക്ക്. അല്ല നിങ്ങൾ വിചാരിച്ച പോലെ അവർ പറഞ്ഞില്ല അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വേറൊരാളെ മാറ്റാനുള്ള ശ്രമം നടത്താതിരിക്കുക. അംഗീകരിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മൾ കൊണ്ടുവരിക. ചെറിയ കാര്യങ്ങളിൽ വഴക്കിടാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചിലതിനൊക്കെ സൈലൻസ് പാലിക്കുന്ന, മൗനം എന്ന് പറയില്ലേ, മൗനം വിദ്വാനഭൂഷണം എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങളിൽ ചിലയിടത്ത് മൗനം പാലിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിന് പ്രതികരിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം എവിടെ ആയാലും സമാധാനം ഉണ്ടാവും. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സമാധാനം ഉണ്ടാവും. മറ്റൊരു വലിയ കാര്യം, പ്രായം കൂടുമ്പോൾ നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകണം. ചിലരുണ്ട് പഴയ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ ആയിരുന്നുകൊണ്ട് എനിക്ക് അവരോട് ക്ഷമിക്കാനേ പറ്റില്ല, ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇനിയും തിരിഞ്ഞു നോക്കില്ല, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കരമായിട്ടൊരു വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് ആലോചിക്കുക. കുറച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം. അവരെന്തും ചെയ്തോട്ടെ, പക്ഷെ അവർ ചെയ്ത പോലെ നിങ്ങളും തിരിച്ചതുപോലെ ചെയ്യുന്നതെങ്കിൽ പിന്നെ അവരും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? ഞാൻ പറയുന്നില്ല നിങ്ങളെ അപമാനിച്ചവരുടെ എല്ലാം പോയി കെട്ടിപ്പിടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവരോട് നമ്മൾ ദേഷ്യം വെക്കണ്ട. അതിനൊക്കെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യില്ലേ, അതൊക്കെ ചെയ്യുമ്പോഴില്ലേ നമുക്ക് ആ മനസ്സ് വരും. കുറേയൊക്കെ നമുക്ക് അവരോട് വെറുപ്പും ഇല്ല സ്നേഹവും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഭയങ്കരമായിട്ട് സ്നേഹം വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വെറുപ്പ് വെക്കരുത് മനസ്സിലായി. കാരണം വെറുപ്പ് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെയാണ് ആ പ്രോബ്ലം വരുന്നത്. നമ്മുടെ മനസ്സാണ് എരിയുന്നത്. മറ്റാൾ ചിലപ്പോൾ അറിയ പോലും ഇല്ല. കാരണം അങ്ങനെ പ്രവർത്തിക്കാൻ അറിയുന്ന ആൾക്ക് അതിനെക്കുറിച്ച് വലിയ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയില്ല. ഈ വിഷമിക്കുന്ന ആളുകൾ തന്നെ എന്നും വിഷമിക്കുകയുള്ളൂ. അപ്പം നമ്മളത് ലെറ്റ് ഗോ. അവർ ചെയ്തത് അവർക്ക് കിട്ടും, അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർക്ക് കിട്ടും, അത്ര വിചാരിച്ച് നമ്മൾ അവർക്ക് ക്ഷമിക്കുക, അവരോട് ക്ഷമിക്കുക. വേറൊരു കാര്യം, നമ്മളുടെ വർത്തമാനം കുറച്ച് സോഫ്റ്റ് ആക്കാൻ ശ്രമിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നമുക്കൊന്ന് കൺവേ ചെയ്യാം നമുക്ക് അത്, പക്ഷേ അത് കുറച്ച് സോഫ്റ്റായിട്ട് സംസാരിക്കുക ആളുകളോട്. അല്ലാതെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക, മുമ്പിൽ നിൽക്കുന്ന ആൾ പേടിച്ചു പോകുന്ന രീതിയിലുള്ള സംസാരമൊക്കെ അവോയ്ഡ് ചെയ്യുക. എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായാലും ക്ഷമയോടെ അവരോട് സംസാരിക്കുക. ദേഷ്യം വരാത്ത രീതിയിൽ ശാന്തമായിട്ട് സംസാരിക്കാൻ പഠിക്കുക. കാരണം നമ്മളുടെ വാക്കുകൾ ആർക്ക് വേണേൽ മുറിവേൽപ്പിക്കുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ ഒരു വാക്കിന് ഒരാൾക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുകയും ചെയ്യും. വാക്കിന് എത്ര പവർ ഉണ്ടെന്നുള്ളത് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം നമ്മളുടെ വാക്കുകൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളുടെ വാക്കുകൾ നമ്മുടെ കയ്യിലാണ്, അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. വേറൊരാൾ നമ്മളെ പറയുന്നതിന് നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല, അത് അവരുടെ കുഴപ്പം. പക്ഷെ നമ്മൾ പറയുന്ന കാര്യത്തിന് നമുക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാം. അപ്പം അതിന് ശ്രമിക്കുക. വാക്കുകൾ എപ്പോഴും മൃദുവായിരിക്കണം പറയുന്നത്. പിന്നെ ഒരു കാര്യം, പ്രായം കൂടുന്തോറും നമ്മളെയും കൂടെ സ്നേഹിക്കാൻ പഠിക്കുക. കാരണം നമ്മൾ പ്രായം കൂടുന്തോറും നമ്മൾ സ്നേഹിക്കാതെ നമ്മൾ നമ്മളെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു സംഗതി നടക്കാൻ പോകുന്നില്ല. നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ ആരോഗ്യത്തെ നോക്കുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. സെൽഫ് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു കാര്യം ഓർക്കുക, നമുക്ക് പ്രായം കൂടുന്നത് നമ്മുടെ ശരീരത്തിനാണ്. നമ്മുടെ മനസ്സിൽ സ്നേഹവും കരുണയും മനോഹരമായ ചിന്തകളും എല്ലാം നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പക്വതയുള്ളൊരു വ്യക്തിയായി മാറുന്നത്. അപ്പം എല്ലാവരും ഇന്ന് മുതൽ ക്ഷമയില്ലാത്തവർ കുറച്ച് ക്ഷമ പഠിക്കാൻ ശ്രമിക്കുക. അവനവനിൽ ക്ഷമ കൊണ്ടുവരിക, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ്, അവനവനെ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക സന്തോഷത്തോടെ. വീട്ടിലുള്ള പ്രായമായ അച്ഛനമ്മമാർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെയും കേൾക്കുക. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക.